Good morning, students. Welcome back to another class of Accounting for Management. In the last class, we discussed about the meaning, definition, and features of management accounting. I think you are clear that topic. Then, today, we will discuss another topic, that is objects or objectives of management accounting. The basic objective of management accounting is to help the management in its function, namely planning, decision making, and controlling. The main objectives are outlined as below. ഇപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് മാനേജ്മെൻറ്റിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് അവരുടെ പ്ലാനിങ്ങിലും ഡിസിഷൻ മേക്കിങ്ങിലും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കൊരു പോയിൻറ്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ്, ടു കളക്ട്, മോഡിഫൈ ആൻഡ് സപ്ലൈ ഡാറ്റ ഫോർ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അനാലിസിസിനും ഇൻ്റർപ്രിട്ടേഷനും, അതായത് ഡാറ്റേനെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇൻഫർമേഷനാക്കി മാറ്റുന്നത് അല്ലേ. അപ്പോൾ ഈ ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഫർമേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയും സപ്ലൈ ചെയ്യുകയും അതുപോലെ തന്നെ അത് അനലൈസ് ചെയ്യുകയും ഇൻ്റർപ്രിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടു കളക്ട്, മോഡിഫൈ ആൻഡ് സപ്ലൈ ഡാറ്റ ഫോർ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. Then next, to analyze and interpret necessary data. To analyze and interpret necessary data. അത്യാവശ്യമായിട്ടുള്ള ഡാറ്റാസ് അനലൈസ് ചെയ്യും, ഇൻ്റർപ്രിറ്റ് ചെയ്യും. ടു പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ ഫോർ പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ടു ഇവാലുവേറ്റ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. ടു മോട്ടിവേറ്റ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക. ടു കമ്മ്യൂണിക്കേറ്റ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ, അതായത് അന്നന്നത്തെ ഇൻഫർമേഷൻ അന്നന്ന് തന്നെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്. ടു ഹെൽപ്പ് ഇൻ ഓർഗനൈസിങ് ആൻഡ് കോർഡിനേറ്റിംഗ്. ഓർഗനൈസിങ്ങിലും കോർഡിനേറ്റിങ്ങിലും ഹെൽപ്പ് ചെയ്യുക, അതായത് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ടു ഹെൽപ്പ് ഇൻ പോളിസി ഫോർമുലേഷൻ നെസസറ്റി ആയിട്ടുള്ള ഡാറ്റാസ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ടു പ്രിപ്പയർ റിപ്പോർട്ട്സ്, അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ദി അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് ഈസ് ടു എൻഹാൻസ് ഓർ മാക്സിമൈസ് ദി വെൽത്ത് ഓഫ് ദി ഓണേഴ്സ്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് എൻഹാൻസ് ദി വെൽത്ത് ഓഫ് ദി ഓണേഴ്സ് ആണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സിമ്പിൾ പോയിൻറ്റ്സ് അല്ലേ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ചില പ്രാവശ്യം എസ്സേ ക്വസ്റ്റനായിട്ട് വരാറുണ്ട്. അതായത് വാട്ട് യു മീൻ ബൈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് സ്കോപ്പ് ആൻഡ് ഫീച്ചേഴ്സ്. ആ ഒരു തിയറി പാർട്ടിൽ നിന്ന് വരുന്ന ഒരു എസ്സേ പാർട്ടാണ് കേട്ടോ. ഇപ്പോൾ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് ഒരുപാട് സ്കോപ്പാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഒരുപാട് മൾട്ടി ഡിസിപ്ലിനറി ആണ് നമ്മൾ ഫീച്ചേഴ്സ് എടുത്ത സമയത്ത് പറഞ്ഞു. അതായത് ഒരുപാട് സബ്ജക്റ്റായിട്ട് റിലേറ്റഡ് ആണ് ഇത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള ടോപ്പിക്ക്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അത് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് സ്കോപ്പായിട്ട് കാണിക്കുന്നത്. ഫസ്റ്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. Management accounting is mainly concerned with the rearrangement of the information provided by financial accounting. Hence, management cannot obtain full control and coordination of operation without a properly designed financial accounting system. നമുക്കറിയാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ സാധനങ്ങളിലുള്ള ഐറ്റംസിനെയാണ് അനലൈസ് ചെയ്യുകയും ഡാറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ടുള്ള റിസൾട്ടുകളെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ, അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഔട്ട്പുട്ട്സ് ആണ് എന്ത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻപുട്ട്സ്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം ഇല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അവിടെ ഫെയിലിയർ ആകും. അപ്പോൾ അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ സ്കോപ്പ് ഉണ്ടെന്ന് പറയുന്നത്. അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്. Standard costing, marginal costing, opportunity cost analysis, differential costing and other cost techniques play a useful role in operation and control of the business undertaking. അപ്പോൾ ഈ ഡാറ്റ അനാലിസിസിലും ഇൻ്റർപ്രിട്ടേഷനിലും നമ്മൾ ഒരുപാട് കോസ്റ്റ് അക്കൗണ്ടിങ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അനാലിസിസ്, ഡിഫറെൻറ്റ് കോസ്റ്റിംഗ് മെത്തേഡ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കോസ്റ്റിംഗ് മെത്തേഡ്സ് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രിറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. So, there is a scope of management accounting in cost accounting. Then revaluation accounting. This is concerned with ensuring that the capital is maintained in
intact in real terms and profit is calculated with this fact in mind. റിവാലുവേഷൻ അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ക്യാപിറ്റലിൻ്റെ വാലുവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദർ ഇസ് എ സ്കോപ്പ് ഇൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് റിവാലുവേഷൻ അക്കൗണ്ടിംഗ്. ദെൻ ബജറ്ററി കൺട്രോൾ. This includes forming of budget, comparison of capital performance with budgeted performance, computation of variance findings and their causes effect. Budgetary control techniques ആയിട്ടുള്ള ഈ പെർഫോമൻസ് അനാലിസിസും കമ്പാരിസൺ, ആക്ച്വൽ പെർഫോമൻസിൻ്റെയും ബഡ്ജറ്റഡ് പെർഫോമൻസിൻ്റെയും കമ്പാരിസൺ, ഇങ്ങനെയുള്ള ടൂളുകളൊക്കെ നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ ഇൻവെൻറ്ററി കൺട്രോൾ. ഇറ്റ് ഇൻക്ലൂഡ്സ് കൺട്രോൾ ഓവർ ഇൻവെൻറ്ററി ഫ്രം ദ time it is acquired till its financial disposal. ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഓവർ ഇൻവെൻട്രി ആണ്. അതായത് ഇൻവെൻട്രി അക്വയർ ചെയ്ത് അത് ഡിസ്പോസ് ചെയ്യുന്നവരെ സമയത്തുള്ള ഇൻവെൻട്രിയുടെ കൺട്രോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നുണ്ട്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. മാത്രമല്ല നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, സച്ച് ആസ് ഗ്രാഫ്സ്, charts, pictorial presentation, index numbers and other statistical methods make the information more impressive and intelligible. അപ്പോൾ അത് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിൻ്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് നമ്മൾ സ്കോപ്പിൽ പറയുന്നത്. ഏതൊക്കെ സബ്ജക്റ്റുകൾ പറഞ്ഞു? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, റിവാലുവേഷൻ അക്കൗണ്ടിങ്, ബജറ്ററി കൺട്രോൾ, ഇൻവെൻറ്ററി കൺട്രോൾ and statistical methods. Then seventh one, interim reporting. Interim report എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എല്ലാം നമ്മൾ ആനുവലായിട്ടാണ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ആനുവലായിട്ട് പ്രിപ്പയർ ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ നമ്മൾ ചിലപ്പോൾ ക്വാർട്ടർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി അങ്ങനെയൊക്കെ ആയിട്ട് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതിനാണ് ഇൻ്ററിം റിപ്പോർട്ടിംഗ് എന്ന് പറയുക. ഈ റിപ്പോർട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ് ഈ റിപ്പോർട്ടുകൾ ചെയ്യാം. ദിസ് ഇൻക്ലൂഡ്സ് പ്രിപ്പറേഷൻ ഓഫ് മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റിലേറ്റഡ് റിപ്പോർട്ട്സ്, ക്യാഷ് ഫ്ലോ ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്, സ്ക്രാപ്പ് റിപ്പോർട്ട്സ് എക്സെട്ര. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഈ രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യുക മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. Then taxation. This includes computation of income in accordance with the tax laws, filing of return and making tax payments. ടാക്സ് പേയ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുകയും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്ന കാര്യമാണ് ടാക്സേഷൻ. ദെൻ ഓഫീസ് സർവീസസ്. This includes maintenance of proper data processing and other office management services, reporting on best use of mechanical and electronic devices. ഓഫീസ് സർവീസിൽ പ്രോപ്പറായിട്ട് ഡാറ്റ പ്രോസസ്സ് ചെയ്യുകയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇൻഫർമേഷൻസ് റിപ്പോർട്ട് ചെയ്യുകയും കൃത്യമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുകയൊക്കെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു മെക്കാനിക്കൽ സൈഡാണ്. ദെൻ ഇൻറ്റേർണൽ ഓഡിറ്റ്. ഡെവലപ്മെൻറ്റ് ഓഫ് സ്യൂട്ടബിൾ ഇൻറ്റേർണൽ ഓഡിറ്റ് സിസ്റ്റം ഫോർ ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ കൺട്രോളിന് വേണ്ടിയിട്ട് ഇൻറ്റേർണൽ ഓഡിറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ദെൻ നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, MIS. MIS നമുക്ക് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ നമുക്ക് PGയിൽ പേപ്പറായിട്ട് പഠിക്കാനുള്ള സാധനമാണ് കേട്ടോ. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം പേരിൽ തന്നെ ഉണ്ടല്ലേ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സെർവ് ആസ് എ സെൻറ്റർ ഫോർ കളക്ഷൻ ആൻഡ് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ. MIS ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും റിക്വയർഡ് ആയിട്ടുള്ള ടൈമിൽ അത് മാനേജ്മെൻറ്റിന് ഡിസമിനേറ്റ് ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ആൻ അനദർ പാർട്ട് ഓഫ് ദി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ വളരെ വൈഡായിട്ടുള്ള സ്കോപ്പാണ്. ഒരു 10-11 പോയിൻറ്റ്സ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെക്കുക, നോട്ട് എഴുതി വെക്കാൻ വേണം. കാരണം നമുക്കിത് പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം വന്ന സാധനമാണ്. ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. ആ പാർട്ടാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ ഇന്നെടുത്ത ടോപ്പിക്കുകൾ നമ്മൾ ഇതുവരെ എടുത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മീനിങ്, ഡെഫിനിഷന്, ഫീച്ചേഴ്സ്, ദെൻ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു അല്ലേ. ഫീച്ചേഴ്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒബ്ജക്റ്റീവ്സൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക, നല്ല കൃത്യമായിട്ട് പഠിച്ചു വെക്കണം പോയിൻറ്റ്സ്. To motivate employees, communicate up-to-date information, help in organizing, help in policy formulation. ഇതൊക്കെയാണ് മെയിനായിട്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഈസ് ദ പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഫോർ മാനേജ്മെൻറ്റ് പർപ്പസ് ലൈക്ക് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോളിംഗ് ആണ്
ദെൻ സ്കോപ്പിൽ വന്ന പോയിൻറ്റ്സ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, റിവാലുവേഷൻ അക്കൗണ്ടിങ്, ബജറ്ററി കൺട്രോൾ, ഇൻവെൻറ്ററി കൺട്രോൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, ഇൻ്ററിം റിപ്പോർട്ടിംഗ്, ടാക്സേഷൻ, ഓഫീസ് സർവീസസ്, ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ദെൻ ഇനി ആ ഡിഫറൻസിൻ്റെ പാർട്ടാണ് നമുക്ക് എടുക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇന്ന് അത്ര മതി. നോട്ട്സ് ഞാൻ PDF ആയിട്ട് അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.